ഹായ് എസ് എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഡിപ്രഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഒരു റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്ന സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കുക, ഈ പറയുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഡിപ്രഷൻ വരും എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഡിപ്രഷൻ വരാൻ സാധ്യതയുള്ള ആ സിറ്റുവേഷൻസ് എന്നുള്ളത്. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണിൽ നിന്നും നിങ്ങൾക്കുണ്ടാകുന്ന ട്രസ്റ്റ് ഇഷ്യൂസ്. അതായത് നിങ്ങൾ അവരെ ഒരുപാട് വിശ്വസിച്ചിട്ട് പിന്നീട് ഒരിക്കലും വിശ്വാസം തകർന്നു പോകുന്ന ആ ഒരു അവസ്ഥയിലും ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഡിപ്രഷൻ വരാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനിലും ഉണ്ടാവുന്നതാണ്. ഈ പറയുന്ന പോലെ നമ്മൾ ഒരുപാട് സ്നേഹിച്ച അല്ലെങ്കിൽ വിശ്വസിച്ച ഒരു പേഴ്സൺ നമ്മൾ വിചാരിച്ച പോലെ അല്ല എന്ന് പിന്നീട് മനസ്സിലാകുമ്പോൾ മേ ബി അത് അവരുടെ ക്യാരക്ടറിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞിട്ട് പിന്നീട് നമുക്ക് അനുഭവം ഉണ്ടാകുന്നതായിരിക്കാം. സോ ഏതൊരു രീതിയിലാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ട്രസ്റ്റ് ഇഷ്യൂ വരികയാണ് എന്നുണ്ടെങ്കിൽ, അതും നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണിൽ നിന്നും ഈ പറയുന്ന ട്രസ്റ്റ് ഇഷ്യൂ നേരിടേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡിപ്രഷൻ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകേണ്ടി വരും എന്നുള്ളതാണ്. ദെൻ നമ്മുടെ ഈ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളൊരു ട്രോമ ബോണ്ട് റിലേഷൻഷിപ്പിലാണെങ്കിലും ഈ പറയുന്ന പോലെ ഡിപ്രഷൻ ഉണ്ടായിരിക്കാം. അതായത് ട്രോമ ബോണ്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നല്ല, ഇവിടെ അവർക്ക് നിങ്ങളെ ആവശ്യമുള്ള സമയത്തൊക്കെ നിങ്ങളെ ചേർത്ത് നിർത്തുന്നുണ്ടായിരിക്കാം. സെയിം ടൈം അവർക്ക് ആവശ്യമില്ല എന്ന് തോന്നുമ്പോൾ അവർ നിങ്ങളെ വേണ്ട എന്ന് വെക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. മീൻസ് അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഒരു നാടകീയമായ രീതിയിലായിരിക്കും ആ റിലേഷൻഷിപ്പ് പോവുക എന്നുള്ളതാണ്. നിങ്ങളോട് തന്നെ ചോദിക്കുന്നുണ്ടാവും, ശരിക്കും ഈ റിലേഷൻഷിപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ഇവർക്ക് തന്നെ വേണോ എന്നുള്ളത് നിങ്ങൾക്ക് സംശയം വരുന്നുള്ളതാണ്. ചില സാഹചര്യങ്ങളിൽ വല്ലാത്ത സ്നേഹമായിരിക്കും നിങ്ങളോട് ഉണ്ടാവുക, എന്നാൽ ചില സിറ്റുവേഷൻസിൽ നിങ്ങളെ ആവശ്യമില്ല എന്നുള്ള രീതിയിലായിരിക്കും അവർ പെരുമാറുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ്. സോ ഒരു സ്ഥിരത നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. ഇത്തരത്തിലൊരു സംശയമായ രീതിയിലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരുന്ന രീതിയിലാണ് റിലേഷൻഷിപ്പ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, അതായത് ഇട്ടിട്ട് പോകാൻ കഴിയുന്നില്ല, പോകാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുക. സോ ഇത്തരത്തിലൊരു സിറ്റുവേഷൻ ആണ് വരുന്നത്. ഒരു ട്രോമ ബോണ്ട് റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജിലൂടെ പോകേണ്ടതായിട്ട് വരും. നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരോട് നന്നായിട്ട് പെരുമാറുകയും പക്ഷെ നിങ്ങളോട് മാത്രം അവർക്ക് യാതൊരു രീതിയിലുമുള്ള ഒരു ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ കണക്ഷൻ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഈ പറയുന്ന പോലെ ഡിപ്രഷൻ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. അതായത് അവർക്ക് അവരുടെ ചുറ്റുമുള്ള ആളുകളോട് നല്ല രീതിയിൽ ഇഷ്ടമോ അല്ലെങ്കിൽ ബഹുമാനവും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടായിരിക്കും, പക്ഷെ നിങ്ങളോടുള്ള അവരുടെ പെരുമാറ്റം മാത്രം കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. യാതൊരു ഇഷ്ടവും ഇല്ലാത്തതുപോലെ ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കില്ല എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു വിഷമം വരുന്ന സമയത്ത് അവരതിന് കൂട്ടു നിൽക്കുന്നുണ്ടായിരിക്കില്ല, നിങ്ങളുടെ സന്തോഷങ്ങളിൽ അവർ പങ്കെടുക്കുന്നുണ്ടായിരിക്കില്ല. എല്ലാ രീതിയിലും രണ്ടുപേരും വേറിട്ട വ്യക്തികൾ എന്നുള്ള രീതിയിലായിരിക്കും അവർ പെരുമാറുന്നുണ്ടാവുക. ഇമോഷണലി മാത്രമല്ല ഫിസിക്കലിയും അവർക്ക് നിങ്ങളുടെ ഒരു അറ്റാച്ച്മെന്റും തോന്നുന്നുണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ഒരു അറ്റൻഷൻ നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല, ഒരു അറ്റാച്ച്മെന്റ് നിങ്ങളുമായിട്ട് ഉണ്ടാവില്ല. സോ ഇത്തരത്തിൽ മറ്റുള്ളവരോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുകയും നിങ്ങളോട് മാത്രം യാതൊരു രീതിയിലുള്ള അറ്റാച്ച്മെന്റും തോന്നാത്ത രീതിയിലാണ് അവർ പെരുമാറുന്നത് എന്നുണ്ടെങ്കിലും ഈ പറയുന്നത് പോലെ ഡിപ്രഷൻ നിങ്ങൾക്ക് വരാം. സ്വാഭാവികമായിട്ടും ഇത് റിലേഷൻഷിപ്പിൽ വരുന്ന സാഹചര്യങ്ങളാണ്. ഇനി നമ്മുടെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു വ്യക്തത തരാത്ത റിലേഷൻഷിപ്പുകൾ. അതായത് ചില റിലേഷൻഷിപ്പിൽ നോക്കിയാൽ മനസ്സിലാവും ഇവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളുമായിട്ട് ഒരുപാട് അടുക്കുന്ന ആളുകളുണ്ട്. അതായത് പെട്ടെന്ന് അടുക്കുന്നുണ്ടാവും, അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ അവർ നമ്മളെ വിട്ടിട്ട് പോകുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതേപോലെ കുറച്ച് ദിവസം ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അപ്രതീക്ഷിതമായി വീണ്ടും അവർ വരിക, പിന്നെയും പോവുക. ഇത്തരത്തിൽ നമ്മളിലേക്ക് വന്ന് കുറച്ച് നാൾ ആ ഒരു സ്നേഹത്തിൽ അങ്ങനെ നിന്ന് വീണ്ടും അവർ നമ്മളെ അവോയ്ഡ് ചെയ്ത് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം. സോ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിലും ഈ പറയുന്ന ഡിപ്രഷൻ നമുക്ക് കാണാനായിട്ട് കഴിയും. അതായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് നമ്മളുടെ അടുത്ത് അവർ കുറേ ദിവസം നിൽക്കും, അത് കഴിഞ്ഞിട്ട് അപ്രതീക്ഷിതമായ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ടൈമിൽ നമ്മൾ വിട്ടിട്ട് പോകുന്ന ആളുകൾ. അതേപോലെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അവർ ആ റിലേഷൻഷിപ്പ് പുതുക്കാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് വരും, നമ്മളിലേക്ക് തിരിച്ചു വരും. എന്നിട്ട് വീണ്ടും അവർക്ക് തോന്നുന്ന സമയത്ത് അവർ നമ്മളെ വിട്ടിട്ട് പോകുന്നുള്ളതാണ്. സോ ഇത്തരത്തിലൊരു സ്ഥിരത ഇല്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കും, അങ്ങനെ ഒരു വ്യക്തത തരാത്ത ആളുകൾ. റിലേഷൻഷിപ്പ് വേണോ വേണ്ടേ എന്നുള്ളത് അവർ കൃത്യമായി പറയുന്നുണ്ടാവില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. സോ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകളിലും ഈ പറയുന്നത് പോലെ ഡിപ്രഷൻ സ്റ്റേജിലൂടെ ആളുകൾ കടന്നു പോകാം എന്നുള്ളതാണ്. ഈ പറയുന്ന 4 സ്റ്റേജസ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവാം, അനുഭവസ്ഥരായിരിക്കാം എന്നുള്ളതാണ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റിലേഷൻഷിപ്പുകളാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉറപ്പായിട്ടും നിങ്ങൾ ഈ പറയുന്ന ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകാൻ സാധ്യതയുള്ള ആളുകളാണെന്നുള്ളതാണ്. സോ അതിനുള്ള മുൻകരുതലുകൾ നിങ്ങൾ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. അങ്ങനെ ഒരു വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പിന്നീട് ആ ഒരു ടോപ്പിക് വീഡിയോ ആയിട്ട് ചെയ്യാം.
അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്